ഹലോ, വെൽക്കം ബാക്ക് ടു നിച്ചൂസ് കുക്ക് ബുക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് മാവ് കുഴയ്ക്കാതെ പരത്താതെ ഈസി ആയിട്ട് എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം. ഇതൊരു വെറൈറ്റി വേ ഓഫ് മേക്കിംഗ് ചപ്പാത്തിയാണ്. അപ്പോൾ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണ്ടത് ഒരു കപ്പോളം നമ്മുടെ സാധാരണ ഗോതമ്പ് മാവ്, പിന്നെ 1.5 കപ്പോളം വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ഓയിൽ. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ വായുവട്ടുള്ളൊരു പാത്രത്തിൽ ഒരു ബൗളിൽ ഈ മാവ്, ഉപ്പ്, പഞ്ചസാര എല്ലാം കൂടെ എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച്, അതായത് കുറച്ച് കുറച്ചായിട്ട് പാർട്ട് ബൈ പാർട്ടായിട്ട് വെള്ളമൊഴിച്ചിട്ട് നന്നായി അതൊന്ന് കലക്കിയെടുക്കുക. ഹാൻഡ് വിസ്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധാരണ ഒരു ഫോർക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. ഫോർക്ക് ഉപയോഗിച്ചിട്ടും ഇങ്ങനെ കട്ടയില്ലാതെ നമുക്ക് മാവാക്കി കലക്കിയെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് കട്ടയാവും. അതുകൊണ്ട് നമ്മളിങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ശകലം പോലും കട്ടയില്ലാതെ നമ്മളത് മാവ് കലക്കിയെടുക്കുക. പക്ഷേ കൂടുതൽ വെള്ളം ആവാതിരിക്കാനും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂണോളം വരുന്ന ഓയിൽ, 1 ടേബിൾ സ്പൂൺ തന്നെ വേണമെന്നില്ല, കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, ഓൾമോസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് അതൊന്നും കൂടെ നന്നായി വിസ്ക് ചെയ്തെടുക്കുക. നമുക്കിത് വേണമെങ്കിൽ ഒരു 5-10 മിനിറ്റോളം റെസ്റ്റ് ചെയ്ത് വെക്കാം. ബട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും കുഴപ്പമില്ല. വല്ലാതെ വാട്ടറി ആവരുത്. ഏകദേശം ഇതായിരിക്കും കൺസിസ്റ്റൻസി. അതിനുശേഷം ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം, നന്നായി ചൂടാവേണ്ട കാര്യമില്ല, ഒന്ന് വാം ആയാൽ മതി. നമ്മൾ അതിലേക്ക് ഏകദേശം ഒരു 1-1.5 തവി ഇത് ഒഴിച്ചു കൊടുക്കുക. പരത്തരുത്, നമ്മൾ സാധാരണ ദോശയൊക്കെ പരത്തുന്ന പോലെ പരത്തരുത്, ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞ് ഒരു സൈഡിൽ കുറേശ്ശെ ഇങ്ങനെ ബബ്ലിംഗ് ഒക്കെ കാണാൻ തുടങ്ങുമ്പോൾ അത് ഫ്ലിപ്പ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഒരിക്കലും മീഡിയം ഫ്ലെയിമിൽ പോലും ഇത് വെക്കരുത്. പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ചപ്പാത്തി കിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരു 1-1.5 മിനിറ്റൊക്കെ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ 2 സൈഡും മാറി മാറി ഫ്ലിപ്പ് ചെയ്ത് വേവിച്ചെടുക്കുക. ഈ എഡ്ജസ്, ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ എഡ്ജസിൽ മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് പൊങ്ങി വരും. നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ നന്നായിട്ട് പൊങ്ങി വരും. ഇതിൽ റൈസിങ് ഏജൻസ് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല, ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല. ഈ ഞാൻ കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വേറെ ഒരു റൈസിങ് ഏജൻറ്റും ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ ചപ്പാത്തിയിലൊക്കെ വരുന്ന പോലെ ഈ ബ്രൗൺ കളർ അതൊക്കെ വരുമ്പം ഏകദേശം ഇതായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നന്നായി പൊങ്ങി വന്ന ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. കണ്ടോ, ഇത് നമ്മളിങ്ങനെ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണമെങ്കിലും എടുക്കാം. നമ്മൾ ഫുൽക്കൊക്കെ ചുടുന്ന പോലെ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണമെങ്കിലും എടുക്കാം. അല്ലെങ്കിലും ദോശക്കല്ലിൽ ഇതുപോലെ നന്നായി പൊങ്ങി വരും. നന്നായി പൊങ്ങി വന്ന ശേഷം നമുക്കിത് ഈ ദോശക്കല്ലിൽ നിന്ന് മാറ്റാവുന്നതാണ്. ബാക്കിയുള്ള മാവ് കൊണ്ടും ഇതേപോലെ നമ്മൾ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാനാണെങ്കിൽ, ഒരു വർക്കിംഗ് വിമൻ, നമ്മൾ പെട്ടെന്ന് ഓഫീസിൽ പോകാൻ എളുപ്പത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കാനാണെന്നാണെങ്കിൽ ഇത് നടക്കില്ല. കാരണം ഇത് ഇത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ബട്ട് അതർ ദാൻ ദാറ്റ് കുറച്ചൊരു വെറൈറ്റി വേണം, നിന്ന് പരത്താൻ വയ്യ എന്നുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത്. ബട്ട് നമുക്ക് ഒരു വെറൈറ്റിക്കൊക്കെ വേണ്ടി 1-2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കാം. അത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഫീഡ്ബാക്ക്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കൂ. ഓക്കെ.